ദേവികമ്മോട് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് അദ്ദേഹത്തിന്റെ ഭാഗമാണ്. അതിന്റെ പേര് തൂങ്ങിച്ചാവുക എന്നൊക്കെ പറഞ്ഞ എന്ത് ചെയ്യാനാ? അങ്ങനെ ഒരാൾക്ക് പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചു കൊടുത്താ ഇവിടെ താമസിപ്പിക്കാൻ പറ്റൂ? അത്രയ്ക്ക് ദുർബല ഹൃദയന്. ഒരാളെ അപമാനിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ടതിനെ ന്യായീകരിക്കാൻ എനിക്ക് പറ്റില്ല. നിന്നോട് ന്യായീകരിക്കാൻ ആരെങ്കിലും പറഞ്ഞോ പാർവതി? നീ ദേവികമോളെ കുറ്റപ്പെടുത്തുന്ന പോലെ തന്നെ ന്യായീകരിക്കാനുള്ള അവകാശം എനിക്കും ഉണ്ട്. അച്ഛാ, എന്റെ പേരില് അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക് കൂടരുത്. എന്റെ വിധി ഞാൻ അനുഭവിച്ചു തീർത്തല്ലേ പറ്റൂ. അല്ലാതെ എന്ത് ചെയ്യാനാ? ഒരു വിശാല ഹൃദയ. മോൾ ഇതേപ്പറ്റി കൂടുതൽ ചിന്തിക്കണം. ശരത്തിന്റെ ചേട്ടൻ സ്വയം കെട്ടി തൂങ്ങി ചത്തെന്നല്ലേ അവര് പറഞ്ഞത്. അതവന്റെ വിധി. അങ്ങനെ കരുതിയേച്ചാ മതി. എന്തോ നാടാ മനോഹര നീ പറഞ്ഞു വെച്ചത്? സ്വയം കെട്ടിത്തൂങ്ങിയതാണോ അതോ കെട്ടിത്തൂക്കിയതാണോ എന്ന് നിനക്ക് സംശയമുണ്ടോ? ആര് കെട്ടിത്തൂക്കാനാണ്? ദേവികയുടെ അച്ഛൻ അതോ ദേവിക മോളും അച്ഛനും കൂടെ ചേർന്നോ? അമ്മേ, വലിയ ഷെർലക് ഹോംസ് കളിക്കല്ലേ. ഇനി അഥവാ കെട്ടിത്തൂക്കിയതാണെങ്കിൽ തന്നെ അത് നിങ്ങളുടെ ശരത് മോനായിരിക്കും. ചേട്ടനില്ലാതായ പിന്നെ ഉള്ള സ്വത്തുക്കളൊക്കെ ഇവനാവൂല്ലോ. മനോഹരേട്ടാ, അങ്ങനെ കിട്ടുന്ന അവസരത്തിലെല്ലാം ശരത്തിനെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. വേണ്ടെങ്കിലേ ഈ സംസാരം ഇവിടെ വെച്ച് നിർത്തിക്കൂ. എന്റെ കൊച്ചിനെ ഒന്ന് കാണട്ടെ. മോളെ, മോളും